Guide me, O thou great Jehovah, pilgrim through this barren land. I am weak, but thou art mighty. Hold me with thy powerful hand. Bread of heaven, bread of heaven, feed me till I want no more. Feed me till I want no more. Open now the crystal fountain, whence the healing waters flow. Let the fiery cloudy pillar lead me all my journey through. Strong deliverer, be thou still my strength and shield. Be thou still my strength and shield. When I tread the verge of Jordan, bid my anxious fears subside. Bear me through the swelling current, land me safe on Canaan's side. Songs of praises, I will ever give to thee. I will ever give to thee. Greetings to you all in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് മുമ്പുള്ള 8ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് നാം പ്രധാനമായും ചിന്തിക്കുന്നത് സുവിശേഷം കേട്ടിട്ടും അതനുസരിക്കാതെ അത് അവഗണിക്കുന്നവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. അവരുടെ അവസ്ഥ എന്തായിത്തീരും എന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്താണ് നാം അത് പഠിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു ദൈവരാജ്യ സന്ദേശവുമായി പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിക്കുന്നതിന് മുമ്പായി 70 പേരെ ആ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നതായി ഈ വേദഭാഗത്ത് നാം കാണുന്നു. അവർ ചെന്ന് യേശു ആ ദേശങ്ങളിലേക്ക് വരുന്നതിന് എല്ലാവരെയും ഒരുക്കുകയായിരുന്നു. അവർ ഇടപെട്ട ആളുകൾക്ക് അവർ രോഗികളാണെങ്കിൽ രോഗസൗഖ്യവും, ഭൂതഗ്രസ്തരാണെങ്കിൽ അതിൽ നിന്നുള്ള വിടുതലുമെല്ലാം കൊടുത്ത് യേശുക്രിസ്തുവിനെ പറ്റി അവർ സംസാരിച്ചു. നമുക്ക് വായിക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്നു വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ.
അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. ആ പട്ടണത്തേക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബെത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ ഇരുട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കബർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ദൈവരാജ്യത്തെപ്പറ്റി കേൾക്കുവാനും ദൈവവചനം ശ്രമിച്ച് അത് അംഗീകരിക്കുവാനും തക്കവണ്ണം ആ പ്രദേശങ്ങളിലുള്ളവർ ഒരുക്കമാണോ, തയ്യാറാണോ എന്നറിയുവാനാണ് യേശുക്രിസ്തു തനിക്ക് മുമ്പായി 70 പേരെ ആ പ്രദേശങ്ങളിലേക്ക് അയച്ചത്. ഏതെങ്കിലും പ്രദേശം അല്ലെങ്കിൽ ഏതെങ്കിലും ജനസമൂഹം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ദൈവവചനം കേൾക്കുവാനിടയായെങ്കിൽ, അതിനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചുവെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവം ആ വ്യക്തിയെയും അല്ലെങ്കിൽ ആ ജനസമൂഹത്തെയും ആ പ്രദേശങ്ങളെയും സ്നേഹിക്കുന്നുവെന്നാണ്. ആ പ്രദേശങ്ങളിലും ആ വ്യക്തികളിലും ദൈവസ്നേഹമാണ് ഒഴുകുന്നത്. അത് മനസ്സിലാക്കി അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവവചനം അംഗീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്ത് 5 പ്രദേശങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. 3 യഹൂദ്യ പട്ടണങ്ങളും 2 വിജാതീയ പട്ടണങ്ങളും. 3 യഹൂദ്യ പട്ടണങ്ങളിൽ ബെത്സയിദയും കബർന്നഹൂമും ഗലീല കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ കോരസീൻ എന്ന യഹൂദ്യ പട്ടണം ഉള്ളിലോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. വിജാതീയ പട്ടണങ്ങളായ സോരും സീദോനും ഫിനീഷ്യൻ സിറ്റീസാണ്. അവിടെ യഹൂദന്മാരില്ല. എന്തിനാണ് യേശു ഈ പട്ടണങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജീസസ് പ്രൊനൗൺസ്ഡ് എ വോ എഗൻസ്റ്റ് ദ ഗലീലിയൻ സിറ്റീസ്. യേശു പറയുന്നു, കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബെത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം! എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കാരണം നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ ഇരുട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. യേശുക്രിസ്തു തന്നെ നേരിട്ട് ഈ പട്ടണങ്ങളിൽ പ്രസംഗിച്ചതാണ്. ദൈവരാജ്യത്തെപ്പറ്റിയും മാനസാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയൊക്കെയും സംസാരിച്ച് അവിടെ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക വീര്യപ്രവൃത്തികൾ ആ പ്രദേശങ്ങളിൽ ചെയ്തതാണ്. പക്ഷേ അവർ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞിട്ട് അയ്യോ കഷ്ടം കഷ്ടമെന്ന് പറയുന്നത്. അവരിൽ നടന്ന വീര്യപ്രവൃത്തികൾ ഈ വിജാതീയ പട്ടണങ്ങളായ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെട്ട് അവരുടെ പാപങ്ങളെ ഓർത്ത് ഇരുട്ടിലും വെണ്ണീറിലും ഇരിക്കുമായിരുന്നു. അതായത് ഇരുട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ മാർദ്ദവമല്ലാത്ത പരുക്കനായ ചാക്കുവസ്ത്രങ്ങൾ ധരിക്കുന്നതാണ്. അത് പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. പാപത്തെ ഓർത്ത് ദുഃഖിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. സിംബൽ ഓഫ് റിപ്പൻറ്റൻസ്. സായ്ക്ലോത്ത് ധരിച്ചിട്ട് തലയിൽ നിന്ന് പൂഴി ചാരം വാരി മുഴുവൻ ഇടും. ശരീരം മുഴുവൻ തലയിൽ കൂടെ താഴോട്ടിടും. അത്
ഒരു വിസിബിൾ സൈനാണ്. തങ്ങളുടെ പാപത്തെ ഓർത്ത് അവർ ദുഃഖിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒത്തിരി ദുഃഖം വരുമ്പോൾ അവർ ചെയ്യുന്നതാണ്. യേശുക്രിസ്തു പറയുന്നു, ബത്സയിദയെ, കഫർന്നഹൂമേ, കോരസീനെ, നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ ഈ വിജാതീയ പ്രദേശങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. സ്വർഗത്തോളം ഉയരുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഇടപെടലുകളും അത്ഭുത പ്രവൃത്തികളും എല്ലാം നടന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കപ്പെട്ടത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ചെന്നത് അവരോട് ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അവരോടുള്ള സ്നേഹനിമിത്തമാണ്. ആ ദൈവ സാന്നിധ്യം അവരെ സ്വർഗത്തോളം ഉയർത്തുമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അവർ എത്തണമായിരുന്നു. പക്ഷേ യേശു അവരോട് പറയുകയാണ്, നീ പാതാളത്തോളം താണുപോകും. ആ 70 പേരെ യേശു ഈരണ്ടായി അയച്ചതായിട്ടാണ് നാം കാണുന്നത്. ജീസസ് സെൻഡ് the 70 disciples 2 and 2 that they might strengthen and encourage one another. യേശു എന്താണ് അവരോട് പറഞ്ഞത്? ഏത് വീട്ടിലെങ്കിലും നിങ്ങൾ ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ആരാണ് ഒരു വീട്ടിലെ സമാധാനപുത്രൻ അല്ലെങ്കിൽ സമാധാനപുത്രി? ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം തന്നെത്താൻ വിനയപ്പെടുത്തുന്നവനാണ്, വിധേയപ്പെടുത്തുന്നവനാണ് സമാധാനപുത്രൻ അല്ലെങ്കിൽ സമാധാനപുത്രി. പാപത്തെക്കുറിച്ച് അവർ പശ്ചാത്തപിക്കും. പാപം വിട്ടു തിരിയുവാൻ തക്കവണ്ണം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരും. കാരണം ദൈവവചനത്തോടൊപ്പം ദൈവകൃപയാണ് ആ ഭവനത്തിലേക്ക് വരുന്നത്. ദൈവകൃപ അവർ സ്വീകരിച്ച് തങ്ങളുടെ ഹൃദയത്തെ അവർ ഒരുക്കും വചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം. കാരണം ഈ ദൈവവചനം എന്നത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കാൻ വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹീബ്രൂസ് 4:12. ദൈവവചനത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്. ദൈവവചനം ഒരു വ്യക്തിയിൽ ക്രിയ ചെയ്യണമെങ്കിൽ അത് ആ വ്യക്തി സർവാത്മന സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സമാധാനപുത്രൻ അഥവാ സമാധാന പുത്രി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആശംസിക്കുന്ന സമാധാനം ലഭിക്കുകയുള്ളൂ. ഇവിടെ പറയുന്നു, ദ ക്വാളിറ്റി ഓഫ് ദ റിസീവർ ഡിറ്റർമിൻസ് ദ നേച്ചർ ഓഫ് ദ റിസപ്ഷൻ. ഏത് വിധം സമാധാനം സ്വീകരിക്കപ്പെടുന്നു എന്നത് സ്വീകർത്താവിൻ്റെ ഗുണം പോലെ ഇരിക്കും. ദേ ആർ ക്വാളിഫൈഡ് ടു റിസീവ് ദി കംഫേർട്സ് ഓഫ് ദ ഗോസ്പൽ. അവർക്കാണ് ദൈവവചനം കൊടുക്കുന്ന ആശ്വാസം ലഭിക്കുക. ദ പീസ് ഷാൽ ഫൈൻഡ് ദം ഔട്ട് ആൻഡ് റെസ്റ്റ് അപ്പോൺ ദം. ആശംസിക്കുന്ന സമാധാനം ആ വീട്ടിലുള്ള സമാധാനപുത്രനെയോ പുത്രിയെയോ കണ്ടുപിടിക്കും, അവരിൽ അങ്ങ് വസിക്കും. Their prayers of them shall be heard. The promise of the gospel shall be confirmed to them. വചനത്തിൽ പറയുന്ന ആ വാഗ്ദത്തങ്ങളെല്ലാം അവരിൽ നിവർത്തിക്കപ്പെടും. കാരണം അവർ അതിനുവേണ്ടി സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കമുള്ളവരാണ്. ദാഹത്തോടെ ആവലോടെ കാത്തിരിക്കുന്നവരാണ്. The fruit shall remain and continue with them. It shall not be taken away. അവരിൽ ലഭിച്ചിരിക്കുന്ന ആ സമാധാനം ആർക്കും എടുത്തു കളയുവാൻ പറ്റില്ല.
പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവിശ്വാസവും മാനസാന്തരപ്പെടാത്ത അവസ്ഥയും, അൺബിലീഫ് ആൻഡ് ഇംപെനിറ്റൻസ്. ആ പ്രദേശങ്ങളുടെ മേൽ കഷ്ടമെന്ന് യേശു പറഞ്ഞത് അവരുടെ മാനസാന്തരപ്പെടാത്ത അവസ്ഥ മൂലവും അതുപോലെ വിശ്വാസമില്ലായ്മയും മൂലമാണ്. Woe is pronounced upon the cities, both for their impenitence and unbelief. They did not repent, nor embrace the gospel. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. വേഴ്സ് 9. ഏതു പട്ടണത്തിലെങ്കിലും നിങ്ങൾ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി ഇങ്ങനെ പറയണം: നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഉറക്കെ പറയുകയാണവർ. ഞങ്ങളുടെ മാസ്റ്റർ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളത് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇതാ, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടണത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കാലിൽ പറ്റിയ പൊടി പോലും ഇവിടെ ഞങ്ങൾ കുടഞ്ഞിട്ടേച്ച് തട്ടിയിട്ടിട്ട് പോവുകയാണ്. നിങ്ങളുടെ സിറ്റിയിൽ നിന്നൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഈ പൊടി നിങ്ങൾക്ക് സാക്ഷ്യമാകും. കാരണം ഇവരവിടെ വന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണത്. ആ പൊടി പറയും, ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, വചനം ഞങ്ങൾ കേട്ടതാണ്, വചനം ഈ പട്ടണത്തിൽ പ്രസംഗിക്കപ്പെട്ടതാണ്, ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ആളുകളോടും വചനം പറഞ്ഞതാണ്, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചതാണ്, മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അവർ കേട്ടില്ല. അന്നേരം പൊടി പോലും സാക്ഷ്യം പറയും. ന്യായവിധി ദിവസത്തിൽ ഇവർക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ നിങ്ങൾ പറയുന്നതൊക്കെയും തെറ്റാണ്, ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് അവർക്ക് പറയുവാൻ കഴിയില്ല. കാരണം ഉടനെ പൊടി പറയും, അവരിവിടെ വന്നായിരുന്നു, അവരുടെ കാലേ പറ്റിയ പൊടിയാണ് ഞങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് തിരുവചനം പ്രഘോഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി, അത് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എത്ര ഗൗരവമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എത്ര ഗൗരവമായി! വചന കേൾവിയിൽ അത് ഉൾക്കൊള്ളണം, കൈക്കൊള്ളണം. അല്ലെങ്കിൽ ഈ പൊടി പോലെ നിങ്ങൾക്കെതിരെ നിൽക്കും, എതിരെ സാക്ഷ്യം പറയും. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് വളരെയധികം എതിർപ്പുകൾ ഉണ്ടാകും. ഇത് യേശുവിൻ്റെ കാലം മുതലേ ഉള്ളതാണ്. കാരണം സത്യസുവിശേഷം എന്നത് വെളിച്ചമാണ്. അന്ധകാരത്തിൻ്റെ പ്രഭുവായ സാത്താന് വെളിച്ചത്തെ ഭയമാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സാത്താൻ്റെ ഇൻഫ്ലുവൻസിൽ ജീവിക്കുന്നവർക്ക് കഴിയാതെ വരുന്നു. അതിനാലാണ് അവർ സുവിശേഷത്തെ എതിർക്കുന്നത്. സുവിശേഷം സ്വീകരിക്കാത്തവരെ നാം വിരോധിക്കുകയോ അവരോട് എതിർക്കുകയോ അതൃപ്തി കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. അവർ നമ്മുടെ ദയയും മനസ്സലിവും കരുണയും അർഹിക്കുന്നവരാണ്. നാം അവരുടെ അയൽക്കാരാണ്. ഇക്കാരണത്താൽ പണ്ട് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ അയൽക്കാർ എന്ന്. അതിന് മറുപടിയും കിട്ടി, നമ്മോട് കരുണ കാണിക്കുന്നവരത്രേ, നമ്മുടെ ആപത്തിൽ നമ്മെ സഹായിക്കുന്നവരത്രേ നമ്മുടെ അയൽക്കാർ, അല്ലാതെ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവരല്ല. നാം ദയ കാണിക്കുമ്പോൾ അവർ മറ്റുള്ളവരോടും ദയ കാണിക്കും. അപ്പോൾ മാത്രമേ അവർ ദൈവിക സ്വഭാവം തങ്ങളിൽ സ്വാംശീകരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു,
ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന്. എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞത്? സാധാരണ ആട്ടിൻകൂട്ടത്തിലേക്കാണ് ചെന്നായി ഓടിക്കയറി വരുന്നത് ആടിനെ പിടിച്ചുകൊണ്ട് പോകുവാൻ. പക്ഷേ യേശു ഇവിടെ തിരിച്ചാണ് പറയുന്നത്. ചെന്നായ്ക്കളാണ് ഏറ്റവും കൂടുതൽ, സുവിശേഷ വിരോധികളാണ്, വെളിച്ചത്തെ ഇഷ്ടമില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ചെന്നായ്ക്കളുടെ കൂട്ടം. ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്കാണ് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നത്. നേരത്തെ തന്നെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാക്കളെ പോലെ നിഷ്കളങ്കരുമായിരിപ്പീൻ. നാം ആരോടും എതിർക്കേണ്ടതായ ആവശ്യമില്ല, ആരെയും വിരോധിക്കേണ്ടതായ ആവശ്യമില്ല. കരുണയും ദയയും സ്നേഹവും കാൽവറിയിൽ യേശു ഒഴുക്കിയതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരായ നാമം നമ്മിൽ നിന്നും ഈ കരുണയും ദയയും സ്നേഹവും ഒഴുകേണ്ടതാണ്. ഈ ചെന്നായ്ക്കൾ എത്രമാത്രം ക്രൂവലാണ് സഹോദരങ്ങളെ. യേശു പറഞ്ഞു, ബിഹോൾഡ് ഐ സെൻഡ് യു ഔട്ട് ആസ് lambs among wolves. Your enemies will be wolves, bloody and cruel, and ready to pull you to pieces. They will be as howling wolves to terrify you. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിലെ ഈ 16-ാം വാക്യം ശ്രദ്ധിക്കുക. അതായത് സെയിൻറ്റ് ലൂക്ക് 10:16. ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും അത് അംഗീകരിക്കാതിരുന്നാൽ, അത് റിജക്റ്റ് ചെയ്താൽ, അവർ ചെയ്യുന്നത് നിങ്ങളെ സുവിശേഷവുമായി അയച്ച യേശുക്രിസ്തുവിനെയാണ് തള്ളുന്നത്, റിജക്റ്റ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ തള്ളുന്നവൻ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവാം ദൈവത്തെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ കീ വേഴ്സും. ഹീ ഹൂ ഹിയേഴ്സ് യു ഹിയേഴ്സ് മീ, ഹീ ഹൂ റിജക്ട്സ് യു റിജക്ട്സ് മീ, ആൻഡ് ഹീ ഹൂ റിജക്ട്സ് മീ റിജക്ട്സ് ഹിം ഹൂ സെൻഡ് മീ. അതാണ് യേശു പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യം സുവിശേഷത്തിലൂടെ നിങ്ങളുടെ അടുക്കലെത്തി. കിങ്ഡം ഓഫ് ഗോഡ് ഇസ് കം നൈ ടു യു. നിങ്ങൾ അതിനോട് സമീപിച്ചില്ല എങ്കിൽ, അഥവാ നിങ്ങളതിൽ പ്രവേശിച്ചില്ല എങ്കിൽ, യുവർ സിൻ വിൽ ബി ഇൻഎക്സ്ക്യൂസിബിൾ ആൻഡ് യുവർ കണ്ടംനേഷൻ ഇൻടോളറബിൾ. നിങ്ങൾ ദൈവരാജ്യം കൈക്കൊണ്ട് അതിൽ പ്രവേശിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുകയില്ല. നിങ്ങൾക്കുള്ള ശിക്ഷാവിധി സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. എത്രയും കൂടുതൽ ഈ സുവിശേഷത്തിന് നിങ്ങൾ സമീപസ്ഥരായിരുന്നുവോ, അത് കേട്ടില്ല എങ്കിൽ അത്രയും കഠിനതരമായിരിക്കും അതിൻ്റെ പരിണിത ഫലം. കാരണം സുവിശേഷത്തിലൂടെ നിങ്ങൾ കേട്ടത്, അഥവാ നിങ്ങളിലേക്ക് കടന്നു വന്നത് കൃപയും ക്രിസ്തുവിൻ്റെ ജീവനുമായിരുന്നു. ജീവനാണ് നിങ്ങൾ വേണ്ട എന്ന് വെച്ചത്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് നിരസിച്ച സോദോം പട്ടണക്കാർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി ആ സോദോം ഗോമോറ 2 പട്ടണങ്ങൾ ഉന്മൂലനാശമായിപ്പോയി. അപ്പോൾ സുവിശേഷത്തെ നിന്ദിച്ചാൽ, അല്ലെങ്കിൽ സുവിശേഷത്തെ തിരസ്കരിച്ചാൽ അതിൻ്റെ ശിക്ഷ എത്രയോ വലുതായിരിക്കും. ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ ന്യായവിധി സമയത്ത്, അതായത് ദ ലാസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഡേ ഓഫ് ദ ലോർഡ്, ആ സമയത്ത് തലയുയർത്തി നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? May the grace of our Lord Jesus Christ be with you.
Till we meet again with yet another episode. I bless you in Jesus' name. Amen.